ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ജനുവരി 12 ആണ്. സോ നമ്മളിന്ന് എണീക്കുമ്പോൾ ടൈം 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എണീച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇന്നത്തെ പഠിക്കേണ്ട ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം ലെറ്റർ പാഡൊക്കെ എഴുതി വെച്ചു. സോ നമുക്കിന്ന് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡിറ്റർമിനൻസും GOC2 റിവൈസ് ചെയ്യുക, പിന്നെ DNF ഫ്ലോക്ക്. ഇത് രണ്ടാണ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുണ്ടാവുക. സോ ഫസ്റ്റ് തന്നെ ഡിറ്റർമിനൻസ് നമ്മൾ ഇന്നലെ റിവൈസ് ചെയ്ത ടോപ്പിക്കാണ്. അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളാണ് നമുക്ക് ഷോർട്ട് നോട്ടാണെന്ന് പ്രിപ്പയർ ചെയ്യാനുള്ളത്. സോ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. സോ അതൊക്കെ എഴുതിയെടുത്തു. പിന്നെ ഇന്നലെ റിവൈസ് ചെയ്തപ്പോൾ വന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് വായിച്ചു പോയപ്പോൾ അങ്ങനെ വിചാരിച്ചു പോയി. സോ അത് എഴുതിയപ്പോഴാണ് എഴുതിയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് കറക്റ്റ് മനസ്സിലായത്. സോ അങ്ങനെ ഡിറ്റർമിനൻസ് നമ്മൾ റിവൈസ് ചെയ്തു. സോ അങ്ങനെ ഫുഡ് കഴിച്ച് ഒരു 10:15 നമ്മൾ മെട്രിസസും ഡിറ്റർമിനൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. മെട്രിസസ് നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് അത് തന്നെ ഒന്നും കൂടി ചെയ്തു. മെട്രിസസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഇന്നലെ ചെയ്ത കാരണം പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അത് കിട്ടി. പിന്നെ ഡിറ്റർമിനൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോന്നും ഓരോ ടൈപ്പിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ സാറ് ഓരോ റോ കോളം എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള മെത്തേഡൊക്കെ കാണിച്ചു തന്നു. സോ പക്ഷേ അത് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയണം ഇതിങ്ങനെ ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ പണി കിട്ടും. സോ അതുകൊണ്ട് നോർമൽ മെത്തേഡും ചെയ്ത് നോക്കി, അങ്ങനെ ചെയ്ത് നോക്കി. സോ അങ്ങനെ മെട്രിസസിൽ കൂടുതലും ഡിറ്റർമിനൻസിൽ കൂടുതലും പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ പ്രോപ്പർട്ടീസ് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻസ് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ പ്രോപ്പർട്ടീസ് മെയിനായിട്ട് ഡിറ്റർമിനൻസിൽ പഠിക്കണം, അഡ്ജോയിൻറ്റിൻ്റെയും അതുപോലെ ഇൻവേഴ്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ്. സോ 2 ചാപ്റ്ററും കൂടി ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 23-24 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് മെട്രിസസും ഡിറ്റർമിനൻസും കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ. സോ അങ്ങനെ 12:15 നമ്മുടെ PYQ ചെയ്ത് കഴിഞ്ഞു. സോ പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ അതിന് റിപ്ലൈ കൊടുത്തു. സോ എല്ലാവരും ഈ റാങ്ക് ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ജനറൽ കാറ്റഗറിയുടെ കാര്യവും പറയുന്നുണ്ടാവുക. ഓക്കെ, ഇതെല്ലാം പിന്നെ 25 ബേസ് ചെയ്തിട്ടാണ് ഈ മാർക്സ് കാര്യങ്ങളൊക്കെ പറയുന്നത്. 24 എല്ലാം ഓപ്പോസിറ്റാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. സോ അത് കഴിഞ്ഞ് ഒരു 1:30 നമ്മൾ GOC2 റിവൈസ് ചെയ്യാമെന്ന് വെച്ചു. സോ GOC2 മെയിനായിട്ട് കോമൺ ആയിട്ട് എല്ലാ ചാപ്റ്ററിലും വരുന്ന റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒരു സിംഗിൾ ചാപ്റ്റർ ആയിട്ടുള്ളതാണ് GOC2 എന്ന് പറയുന്നത്. സോ GOC2 നമ്മൾ ആദ്യം ഇലക്ട്രോഫിലിക് അഡീഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ, പിന്നെ ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻസ് കഴിഞ്ഞിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് വരെ കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് GOC റിവൈസ് ചെയ്തപ്പോൾ. പിന്നെ അത്യാവശ്യം ടൈമായപ്പോൾ പിന്നെ ബ്രേക്ക് എടുത്തു. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ നമ്മൾ GOC2 റിവൈസ് ചെയ്യുന്നത് നിർത്തി. സോ അങ്ങനെ 4 മണിയായപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി. എന്നിട്ട് ജിമ്മിന് പോകാനായിട്ട് മുമ്പേ DNF ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിന് ഞാനൊരു ക്ലാസ് റെഫർ ചെയ്തു, സൈലത്തിൻ്റെ 15 days സ്റ്റഡി ചലഞ്ചിൻ്റെ. സോ ആ ക്ലാസ്സിൻ്റെ ഒപ്പം പഠിച്ചു പോകാമെന്നാണ് വിചാരിച്ച്. അങ്ങനെ ഒപ്പം പഠിച്ചു പോയി. പക്ഷേ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ എന്താ പറയുക, സാറ് പെട്ടെന്ന് ക്ലാസ് തീർക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഓടിച്ചിട്ട് പറഞ്ഞു. സോ അങ്ങനെ ഇപ്പോൾ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ ലാൻഡലിനോട് ആക്ടിനോട് അതിൻ്റെ മുന്നത്തെ കുറച്ച് ടോപ്പിക്സും നമ്മുടെ പെൻഡിങ്ങിലായി പോയി. സോ അത് പിന്നെ രാത്രി ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഒരു 6:15 ആകുമ്പോൾ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്തു DNF ബ്ലോക്ക്. പിന്നെ രാത്രി പഠിക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ GOC2 ബാക്കിയും DNF ബ്ലോക്കും രാത്രി ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ജിമ്മിന് പോയി. സോ ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ള, ഇതാണ് എരുമപ്പെട്ടി പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുള്ളത്. ഇതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എരുമപ്പെട്ടി എന്ന് പറയുന്നത്. ഇത് ജില്ലയിലെ അത്യാവശ്യം അറിയപ്പെടുന്നൊരു സ്കൂളാണ്, സ്പോർട്സ് പരമായിട്ടും അല്ലാതെയൊക്കെ. സോ ഇവിടെയാണ് ഞാൻ എൻ്റെ +2 കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരുത്തൻ വിളിച്ചിട്ട് ഒരു സ്ഥലത്തുണ്ട്, എടുക്കാൻ വരാൻ പറ്റുമോ ചോദിച്ചു. നേരെ പോയി. അവ 1 മണിക്കൂർ പോസ്റ്റ് ഇട്ട് തന്നു. സോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി. സോ അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് പഠിക്കാതിരിക്കുമ്പോൾ ടൈം 9:30 ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ തന്നെ GOC2 അതുപോലെ DNF ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തു. GOC2 കുറച്ചുകൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. DNF ബ്ലോക്ക് അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തു. DNF ബ്ലോക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു പഠിക്കാൻ. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ട് അങ്ങനെ ഉറങ്ങിയ കാരണം എൻ്റെ ഉറക്കം അത്ര റെഡി ആയിട്ടില്ല. സോ ഇന്നൊരു 6 മണിക്കൂർ പ്ലസ് എന്തായാലും ഉറങ്ങാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. സോ നമ്മൾ ഇന്ന് പഠിച്ച് കഴിയുമ്പോൾ ടൈം 11:20 ആയിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ ഇനി എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് കഴിയും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.